friend, yoga. They are yoga mates. എടാ നീ എത്ര കാലമായിട്ട് ഇത് സുഖമുള്ള പയ്യൻ കുറച്ച് മാറിയിരുന്ന് പാട്ട് പാടറാ. എടാ ഇഞ്ഞു വാടാ, നീ എന്തിനാടാ അങ്ങ് ദൂരെ പോയിരിക്കുന്നേ? എടാ ഇഞ്ഞു വാടാ. എന്താടാ തുടങ്ങി അവരത്. ആ സൂപ്പറാ വാ പൂച്ച. ഈ വണ്ടി ഒന്നും പിടിക്കാൻ പോലെ ഈ വണ്ടി കൊള്ളൂലളിയാ. ഈ വണ്ടി വിട്ടടിക്കാൻ ആ ഗ്യാങ് വണ്ടി പിന്നെ എന്താ പിന്നെ തൊലിക്കാരെ എടുത്തു വെച്ചിരിക്കണോ? എടുത്തോ. കീയില്ല നീ എന്തിനാടാ വന്നത്? പിന്നെ ഞാൻ ബീച്ച് സൈഡില് എല്ലായിടത്തും കളഞ്ഞു. മന്ദാരം ഈ വണ്ടി കയറ്, ബാക്കിലെ ഗ്യാങ് വണ്ടിയില്. ജെട്ടി കുത്തി നിർത്തിയിരിക്കണോ അവര്? അവന്മാരെ ഇറങ്ങി ഓടിയിട്ടുണ്ടാവും. ഇവനെ ഇതിന്റെ ഇടയ്ക്ക് എപ്പോഴാണ് എന്റെ വണ്ടി എടുത്തോണ്ട് പോയി? ഇതല്ലേ വണ്ടി? ഇതാണല്ലോ വണ്ടി. അമ്മാര് വണ്ടി നിർത്തിയാ പോച്ചേല പോലെ ഒളിച്ചു. ഈ പോച്ചേല എവിടെയോ ഒളിച്ചിരിക്കാന്ന് തോന്നണിയാ. വണ്ടി എവിടാ? ഇവിടുന്ന് ചാടി കയറി ബിൽഡിംഗ് കയറി ഓടാൻ പറ്റൂടാ? ശരിയാണല്ലേ. വണ്ടി ഉണ്ടോ? ആ പൊട്ടകളാ ബാലതാ ബാക്കിലാ വണ്ടി നിൽക്കുന്നു. ഞാൻ കണ്ടില്ല വണ്ടി. ബാല പക്ഷെ പ്രശ്നമുണ്ട്, എന്റെ ഗ്രാഫിക്സ് ഒക്കെ അൾട്രയിലാ കിടക്കുന്നത്. ഞാൻ എല്ലായിടത്തും കളഞ്ഞളിയാ. കുണ്ണേ ഭയങ്കര ബുദ്ധിമുട്ടാളിയാ. കഴിഞ്ഞ ദിവസം മറ്റേ വീഡിയോ ആയിട്ട് സിറ്റുവേഷൻ വന്നപ്പോഴേ എന്തോരം മുക്കിയെന്നറിയാ ഞാൻ. ആണല്ലേ, ഇത് വെച്ചിട്ട് അടിക്കാൻ ബുദ്ധിമുട്ടല്ലേ? ചുമ്മാ വലിയ പ്രശ്നമൊന്നുമില്ല. ഇച്ചിരി ലൈറ്റ് അതേ ഉള്ളു. ഈ സമയത്ത് ഇവിടെ പ്രശ്നമില്ലല്ലോ. ഒളിച്ചിരിക്കുന്നവന്മാരെ എവിടെ പോടാ? എടാ ഇവന്മാരെ ഞാൻ ഈ പരിസരത്തൊക്കെ തപ്പി. ചാടി വഴി നോക്കട്ടെ. എടാ പോച്ചയിലൊക്കെ വണ്ടി കയറ്റി നോക്കിയെന്ന്. ഞാനൊരു കാര്യം പറയട്ടെ ചേച്ചി, അവിടെ നിർത്തി കഴിഞ്ഞാൽ ഈ ബിൽഡിംഗ് ചാടി ഇപ്പുറത്തെ റോഡിൽ കയറി വാല വിളിച്ച് പോവാം. അതിന് വാല വിളിക്കാന് ഉണ്ട്, അതെനിക്ക് മനസ്സിലായി. ഇതിന്റെ അകത്തുണ്ടാവും ഇനി. നീ എന്താണ് പറയുന്നത്? അവന്മാർ ഇത്ര സമയം ഇവിടെ ഹോൾഡ് ചെയ്യും. അതെന്തൊരു എസ്കേപ്പ് അവന്മാര് ചെയ്തത്? അങ്ങനല്ല പറയണ്ട. അത് എന്തൊരു പേടിത്തൂട്ടി ഓടി. ഇത് തന്നെ വണ്ടി. ഞാൻ ഡ്രൈവറിനെ കണ്ടു. അമ്മമാരെ കണ്ടെന്ന്. ഹലോ പ്ലീസ് സ്റ്റോപ്പ് ദ കാർ. ഹലോ അയ്യോ സോറി ആള് മാറി. എന്താ ചേച്ചിയുടെ ഐക്യം ഉണ്ടല്ലോ നമ്മളെ -1000 കൊണ്ടുപോയി. അല്ലടാ ഞാൻ പെട്ടെന്നല്ലോ, എനിക്ക് ഗ്രാഫിക്സ് ഹൈയാടാ. എവിടെ നിക്കുന്ന എവിടെ ഞാൻ ആൾക്കാരെ കണ്ടില്ല. എന്ത് കളിയത്?
പേരെന്തോ പേരെന്തോ നീ അടക്കട്ടെ ആ നീഞ്ഞു വാടാ വാ 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 കേറ് കേറ് അളിയാ എന്തിനടിയത് അയ്യോ ഇതെന്തൊരു കളിയല്ലേ ഇത്? ഇങ്ങോട്ട് വാ നിന്റെ പേരെന്തുവാടാ അയ്യോ എന്റെ പൊന്നോ എനിക്ക് വയ്യ എനിക്ക് ചിരി വരുന്ന കളിയാ എടാ വാ തുറന്ന് സംസാരിക്കടാ. എന്റെ പൊന്ന് ഇത് ഇതെന്ന് ഇതൊക്കെ എടാ ഇതാരാ ഹലോ ആ ഞാൻ വണ്ടി കയറി എന്തുവായിരുന്നടാ അവന്റെ കടി എന്തായിരുന്നാ എടാ ഞാൻ റിപ്പയറിൽ പോയപ്പോ അമ്മ ഇവിടെ വന്ന് എന്റെ വണ്ടിയിൽ ഇടിച്ചിട്ട് നിൽക്കുമല്ലോടാ മറ്റേ റിപ്പയർ ഞെക്കി അപ്പൊ അവൻ പേര് ഞാൻ സുമേഷ് എന്ന് പറഞ്ഞേട്ടാ അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ അവൻ തിരിച്ച് എന്താ രമേശ് അവന്റെ ഒരു പേര് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ചോദിച്ചില്ലല്ലോ ബ്രോ എന്ന് പറഞ്ഞ് വണ്ടി എടുത്ത് അവൻ നേരെ ഒന്ന് പിറ്റി തന്നെ വളർത്തി കളയാൻ നോക്കി സുമേഷിന്റെ മെക്ക കമ്മീലാണ് എന്തത് പച്ച ബാഗ് ഊരാൻ മറന്നു വിടാൻ പോണ്ട് ഇവിടെ എവിടെയും ഉണ്ടാവും ഇനി അടുത്തവന്മാര് താഴെ EMS വന്നു എന്ത് പറയണം പറ്റാനെ പൊക്കണ്ട അല്ല അവനെ പൊക്കിട്ട് വേണമെങ്കിൽ അവനെ ഒന്ന് എടുക്ക് ഹോസ്റ്റേജ് അവനാരാ അവനെ കൊണ്ടുപോവാ അവന് ഹോസ്റ്റേജ് എടുക്കുക ആരെങ്കിലും ഒരാളെ കിട്ടിയാ പോര് അവന്റെ പേര് മറ്റേ ഇവനെ താളം ശരി ശരി ഒരു കാര്യം ചെയ്യ് ഇവനെയും പൊക്കിക്കോ എടാ ഞാനൊരു ഇവനെ കൊല്ലല്ലേ ഇനി ഇവനെ കൊല്ലല്ലേ ഇവനെ പൊക്കി കഴിഞ്ഞാൽ വിട്ടേരെ ഇവിടെ ബാല വെയിറ്റ് ഇവനെ താളം മറ്റവനെ താളം വിട്ട അവനെ മതി ആ ഓക്കെ ഇല്ല അവനോട് അതെ മറ്റേ ഇവിടെ കിടന്ന് പൊങ്ങുന്നുണ്ട് എവിടെ എവിടെ ഇങ്ങോട്ടെ മച്ചാനോടെ ആ താഴെ കുഴി പോയവനെ പിടി കുഴി പോയവനോ മതി ചിറ തരിപ്പോ മെക്ക കമ്പനിയാണ് വേണം ഇവന്മാര് കളിക്കുന്നത് കുളിച്ചിരിക്കണ കണ്ട കൈസ് എന്റെ പൊന്നെ എന്റെ കിളി പോയത് കണ്ടിട്ട് അതേടാ ഇവിടെ പൊന്തുന്നുണ്ട് ഇവിടെ പൊന്തി നീ എങ്ങനെ അവനെ പിടിക്കാൻ പ്ലാൻ അവനെങ്ങനെ പിടിക്കും നീ ഹെൽപ്പ് ഇട്ട് ആ ബാക്കില് കാര്യമില്ലടാ ഇത് റീലോഗും കൊടുക്കണം ബഗ്ഗായി ഹെൽപ്പ് ഇട്ടിട്ട് ദൈവം ഇവിടെ വന്ന് നിന്റെ നീ ഇപ്പൊ നിക്കണടുത്ത് നീ വിട്ടില്ലേ വിട്ട് അപ്പൊ വരും ഹലോ എക്സ്കോഡ് ഹലോ എക്സ്കോഡ് ഹലോ എക്സ്കോഡ് ഹലോ അതെ ഇവിടെ അകത്തേക്ക് ഹോസ്റ്റേജ് ആണ് റിഫ്രഷ് അടിച്ചപ്പോ കുഴി പൊക്കോണ്ടിരിക്കുക ജോഷു എന്ന പേര് പാവം ഇതൊക്കെ എന്താ ചങ്കേത് ഇവനെങ്ങനെ പിടിക്കൂടാ ഇല്ല കൊടുക്കട്ടെ നമ്മള് ഓൾറെഡി ഹോസ്റ്റ് എടുത്തല്ലോ ആ ഒന്നല്ല ചത്തല്ലോ ഇവൻ ചത്തോ അല്ല ചത്തത് ഇതായതായിരിക്കും ബഗ്ഗായി ചത്തായിരിക്കും ഒന്നിപ്പോ പൊക്കിത്തരും നിങ്ങളൊന്ന് മാറിക്കോ ഇനിയിപ്പോ കരച്ചിലായിരിക്കും അങ്ങനെയൊന്നും പറ്റത്തില്ല കൊണ്ടുപോലോ ദാറ്റ് ഈസ് വെരി ബാഡ് അതെ മറ്റേന്ന് പറയുന്ന ക്യാരി അടിച്ചോ നോക്കൂ ക്യാരി അടിച്ചോ എടാ അവന്റെ കൂടെ ഉള്ള പച്ച വേഗ നല്ല രീതിക്ക് ഇവിടെ കാണാം പിന്നെന്ത് മറ്റേ ഇല്ലടാ അതൊക്കെ പിന്നെ സംസാരിക്കാം അത് വിട് പെട്ടെന്ന് ഈ അടിയടാ കണ്ടി ചേട്ടാന്നല്ലേ നീ അണ്ണാന്ന് വിളിച്ചാ മതി എടാ വണ്ടി കയറ്റി അതാരുടെ വണ്ടിയാ മന്ദാരല്ലേ വാടാ മന്ദാരേ
അയ്യോ എടാ ഈ മെസ് ബോയ് എവിടെ? മണിറ്റർഫൊന്നും വേണ്ട, ഇവിടെ ഇട്ട് പൂശ ഗ്യാങ്സിൽ ഒരു ചാൻസ് കൊടുക്കണ്ടാ ഗ്യാങ്സ് കാണാൻ. ഇതൊരു നൈസ് ടൈമിംഗ് അല്ലേ, എല്ലാം കൂടെ ഫുൾ കറക്റ്റ് ടൈമിങ്ങിലാണ് എല്ലാം നടക്കണത്. ഇവനല്ലടാ കൊമ്പാ ചോസ എടുത്ത ഇവൻ സിറ്റിയിലെ മെയിൻ ഹോസ്റ്റേജ് ആണ് തോന്നുന്നു. ആ കണ്ട് ഞാൻ കയറുന്ന എല്ലാം ഒരു വട്ടമെങ്കിലും ജീവിതത്തിൽ ചോസയാവും. കാലി ചുറ്റി അല്ലെങ്കിൽ ഇറക്കി ആ കണ്ടീനെ ഇറക്കിയടാ. അവന് 2 ആഹാരം കൊടുത്താൽ കഴിക്കട്ടെ. ലൈഫും ആർമറും എല്ലാം കൊടു. ലൈഫ് ആർമർ ചേട്ടാ നീ അണ്ണാന്ന് വിളിച്ചാ മതി, ചേട്ടാന്ന് വിളിക്കണ്ട. അണ്ണാ എന്താ മൂട്ടാവുന്നു ഇങ്ങനെ വിളിക്കാറ്? മൂട്ടായൊന്നും വിളിക്കണ്ട, മര്യാദക്ക് സംസാരിച്ചാൽ മതിയടാ. നിനക്ക് ആണുങ്ങളെ കാണുമ്പോ നിനക്ക് മൂടാവോ? മര്യാദക്ക് സംസാരിക്കുക കേട്ടോ, മര്യാദക്ക്. നീ അണ്ണ എന്ന് വിളിച്ചിട്ട് മറ്റേ നീട്ടി അങ്ങ് മറ്റേ ആ ഒരു അതൊന്നും വിടണ്ട, മനസ്സിലായോ? മര്യാദക്ക് അണ്ണാന്ന് വിളിച്ചാൽ മതി. അണ്ണ മതി മതി, അത് മതി. കഴിയാതെ അവന് പച്ച കൊടിയാണത്. ഇല്ലടാ ഒന്നുമില്ലടാ, നിന്നെ കണ്ടപ്പോ നീ ഫുഡും വെള്ളവും കഴിക്കുക, പിന്നെ ഷീൽഡ് അടി എല്ലാം സെറ്റ് ആക്കി. സാധാരണ മനുഷ്യന്മാര് സംസാരിക്കുന്ന ഷീൽഡൊക്കെ തരാം, ഞാൻ ഡ്രോപ്പ് ചെയ്ത് തരാം. നീ സംസാരിക്കുന്നല്ല സംസാരിച്ചത് കേട്ടോ. ലൈഫും ആർമറും ഷീൽഡും എല്ലാം ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്, എടുത്തടാ അത്. പെട്ടെന്ന് എടുത്ത് അടിച്ചേ. ഇതെന്ത് പറ്റി? ഓ കാല് പിടിക്കണ്ട, കുഴപ്പമില്ല, ക്ഷമിക്കണം, സോറി. അതൊന്ന് എടുത്തേരാ, എടുത്തിട്ടൊന്ന് യൂസ് ചെയ്തേരാ. സാധാരണ നമ്മള് ഹോസ്റ്റേജ് എടുത്തു കഴിഞ്ഞാ കൊണ്ടുവന്ന് മുട്ടുകുത്തിക്കാണ്. നിന്റെ എന്തായാലും നമ്മൾ മുട്ടുകുത്തിക്കുന്നില്ല. എനിക്ക് തന്നെ ഒരു പേടി ഇപ്പൊ എന്റെ സംസാരം കേട്ടിട്ട്. ഇവിടെ നീ മുട്ടുകുത്തണ്ടോ? ഇതുകൊണ്ട് മുട്ടുകുത്തണ്ട, നിന്നാ മതി. ഫാമിലിയാണോ? അല്ല സിറ്റിസൺ ആണോ? സിറ്റിസൺ ആണല്ലേ? പേര് വല്ലാത്ത കഴയാണല്ലോ. ജോഷ്യ. ഫുൾ നെയിം എന്താ? എന്തോ ജോഷ്യ. ഫുൾ നെയിം ജോഷ്യ. അത്രേ ഉള്ളൂ. വാലും കൊമ്പൊന്നുമില്ലേ? ഇല്ല. അതെന്താ? ഇല്ലെങ്കിൽ ജോഷ്യ കണ്ടീന്ന് വേണം വിളിക്കായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ വിളിക്കാൻ. അണ്ണനെ അണ്ണനെ അത് വിളിച്ചോ, കുഴപ്പമില്ല. ജോഷ്യാന്ന് വിളിക്കാം. നിന്റെ ഒരു സ്റ്റൈൽ വെച്ചിട്ട് അതല്ല വിളിക്കുന്നത്. ഇല്ലടാ വിളിക്കാതിരിക്കുന്നല്ലോ. മറ്റേ നീട്ടിയൊന്നും വിളിക്കണ്ട, മര്യാദക്കെങ്കിലും സംസാരിച്ചാൽ മതിയടാ. അണ്ണാന്ന് പറഞ്ഞ വിളിക്കാൻ പറഞ്ഞോണ്ട് വിളിച്ചെന്നുള്ള അണ്ണ എന്നല്ല, നോർമലി സംസാരിക്കണ പോലെ സംസാരിച്ചാൽ ആണുങ്ങൾ സംസാരിക്കുന്നല്ലോ അയ്യോ അല്ലണ്ണ, ഞാനിങ്ങനെ ചുമ്മാ ഇങ്ങനെ വീഡിയോ ഒക്കെ വലിച്ചിങ്ങനെ നിന്നോണ്ട് ഇങ്ങനെ. അല്ല ഞാൻ പറയട്ടെ, നീ നോർമലി ഇങ്ങനെ സാധാരണ അല്ല, നോർമലി ഇങ്ങനെ പെണ്ണുങ്ങൾ സംസാരിക്കുന്നല്ലോ സംസാരിക്കാറ്? അല്ലണ്ണ, ഞാനിപ്പോ നിങ്ങളായോണ്ട് ഇങ്ങനെ പേടിയായോണ്ടാ, നിങ്ങളെ പേടി ഭയങ്കര ഇങ്ങനെ മുള്ളാൻ വേണ്ടി ഇങ്ങനെ മുട്ടിക്കുക. പേടിയാവുമ്പോൾ ആ സംസാരം ഉണ്ടല്ലോ, അതൊന്നും വേണ്ട, മര്യാദക്ക് സംസാരിച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഓ അതാണല്ലേ മുള്ളാൻ മുട്ടിയോണ്ടാണ് നീ ഇരുന്ന് എനിക്കൊന്ന് മുള്ളാൻ വല്ല ബാത്റൂം സാമാനം ഉണ്ടോ? ശരി, ഇവന് മൂത്രം ഒഴിക്കണമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അവന്റെ ആഗ്രഹമല്ലടാ, അവൻ മൂത്രം ഒഴിച്ച് അവൻ തന്നെ ക്ലീൻ ചെയ്യട്ടെ. അവന്റെ ആഗ്രഹം. നീ തന്നെ ക്ലീൻ ചെയ്യണം കേട്ടാ. എല്ലാം നടക്കങ്ങട്ട് ഫ്രണ്ടിലേക്ക്. ഡോറ് കണ്ടോണ്ട് കേറിയതാണ് ഇവിടുന്ന്. ഇങ്ങോട്ടാണോ? ഞാൻ ഫ്രണ്ടിലോട്ടാണല്ലോ പോയ, പിന്നെ ഇവനൊക്കെ ലെഫ്റ്റിലോട്ട് പോയത്. അങ്ങോട്ടാ പോയെ. അത്തരത്തിനൊക്കെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ, ഫ്രണ്ട് ആണോ ലെഫ്റ്റ് ആണോ? ഇല്ലടാ, അവ ആദ്യം മൂത്രം ഒഴിക്കട്ടെ. അണ്ണ നിങ്ങള് വരുന്നില്ലേ? അല്ല പിന്നെ നിന്റെ മൂത്രം ഒഴിക്കല് കാണാനാണോ ഞാൻ ഇവിടെ നിങ്ങളെ? ആദ്യം പോയി ഒഴുക്കി ക്ലീൻ ചെയ്യുമ്പോ വരാം കേട്ടോ. ഒഴിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി.
കൊണ്ടു അളി എനിക്ക് അകത്തോട്ട് വരാൻ പറ്റുന്നില്ലേ? ഇല്ലേ നീ അകത്താണല്ലോ. മാറിയുന്നേ എന്താപ്പത്? അണ്ണാ അണ്ണ ഒരു ബീഡി കിട്ടും അണ്ണ, എനിക്ക് വളി വിടുമ്പോ നീ മൂത്രമൊഴിച്ചാ മതി, നീ വളിയും പറയുന്നത് വിടണ്ട. അണ്ണ സുഖമായിട്ടൊന്ന് കാര്യം സാധിക്കാനായിരുന്നു. വേണ്ട വേണ്ട വേണ്ട. അയ്യോ അപ്പൊ ഉച്ചക്ക് ഷാർജ ഷേക്കാന്ന് കുടിച്ചു, അതിന്റെ പ്രശ്നം. സോറി അണ്ണ, ശീലായി പോയി വലിച്ചോണ്ട് ഇങ്ങനെ ആ, അതൊക്കെ സ്വന്തം വീടില്ലേ? അയ്യോ അയ്യോ ഞാൻ ചന്തിയാന്ന് വിചാരിച്ച. അണ്ണ പ്രൈവസി സൂര്യയുടെ അറിഞ്ഞില്ല അറിയാതെ കയറി വന്നേ. എടാ അതെ, പെട്ടെന്ന് ആയിക്കോട്ടെ, ഇതിനധികം സമയമൊന്നുമില്ല. എടാ സ്വന്തം കക്കൂസ് ഒന്നുമില്ലടാ? ഇല്ലടാ, ഇവൻ ടീച്ചറെ കക്കൂസ് കട്ടവന്റെ കക്കൂസിലാണോടാ ഇതൊക്കെ ചെയ്യുന്നത്? മതി ഇത്രയൊക്കെ ഒഴിക്കാനുള്ളേ ഉള്ളൂ. അയ്യോ ആ എഴുന്നേറ്റോ വെട്ടാലോ ഇത്. എഴുന്നേറ്റോ. മതി. അണ്ണൊന്ന് കഴുകിട്ട് വരാം. ഒന്നും കഴുകണ്ട, നീ എഴുന്നേറ്റോ. നീ കഴുകണ്ട. ശരി, ഇനി നീയേ തുടക്കി. തുടങ്ങി വെള്ളം ഒഴിക്കാണ്ട് കൈ വെച്ച് തുടങ്ങി. നല്ലോണം കഴിവ്. കൈ വെച്ച് തുടച്ചോ. അതെ, നല്ലോണം അങ്ങ് ഇളക്കി ലൈഫ് കിട്ടറാ. ആ അവിടെ അല്ലേ താഴെ മുട്ട് ഇരുന്ന്. കുത്തിക്കണം, അവനെ മുട്ട് കുത്തിക്കണം. അയ്യോ ചില വേണ്ട വേണ്ട, ഞാൻ ഇച്ചിരി ദൂരോട്ട് നിൽക്കാം. സ്വഭാവം എടാ വെച്ചിട്ട് എടാ അതെ, ഇപ്പൊ നിന്നെ ഇപ്പൊ രക്ഷപ്പെടുത്താൻ ആരെങ്കിലും ഉണ്ടോടാ? കോണ്ടാക്ട് ചെയ്ത് വിളിക്കാൻ വേണ്ടിട്ട് ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? വിളിച്ചാൽ എനിക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ല അണ്ണ സിറ്റിയില്. അപ്പൊ എന്ത് ചെയ്യൂനെ? സ്വന്തം ഒന്ന് പറയാൻ കുണ്ടടിക്കാൻ ആരെങ്കിലും ഉണ്ടോ? എന്താ കുണ്ടടിക്കാൻ ആരെങ്കിലും ഉണ്ടോന്ന് കൂടെ? എനിക്ക് അങ്ങനെ അറിയുന്ന ആരുമില്ല. നിങ്ങൾക്ക് അങ്ങനെ അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിനക്കെല്ലാം മൂടാവുന്ന അങ്ങോട്ട്. അയ്യോ എനിക്കില്ല അണ്ണ, നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ വിളിച്ചോ, കുഴപ്പമില്ല. അല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ നിന്നെ വെറുതെ വിടണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആരെ കോണ്ടാക്ട് ചെയ്യേണ്ടി വരും? അണ്ണ എന്നെ വെറുതെ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അയ്യോ, അപ്പൊ നിന്റെ ആ കൂടെ ഉണ്ടായിരുന്നോ? വണ്ടിയുടെ അകത്ത് കൂടെ ഉണ്ടായിരുന്നോ? അവനൊക്കെ ഏതോ റാൻഡോ ആണ് അണ്ണ. കണ്ട പിണ്ടങ്ങളുടെ അടുത്ത് കൂടെ കൂട്ടി അവസാനം നീ ആയി ഒറ്റയ്ക്കായല്ലേ? അണ്ണ ഞാൻ അല്ലേലും ഒറ്റയ്ക്കാണ് ആണല്ലേ? അപ്പൊ ഓക്കെ, അണ്ണ അപ്പൊ കുഴപ്പമില്ല. കൂടെ കുറെ പേര് ഉണ്ടായിരുന്നണ്ണ, പിന്നെ അതിന്റെ സൈഡൊക്കെ മാറി ഇങ്ങനെ ഇതായി സൈഡ് മാറിയത് അത് ശരിയാണടാ. കഴിവില്ലാത്ത അമ്മയോട് സംസാരിക്കാൻ പിന്നെ താല്പര്യമില്ല ഇങ്ങനെ. അതാരെ സൈഡ് മാറി പറയടാ. നീ കൂട്ടുകാരൊക്കെ ആയിരുന്ന പണ്ട് വലിയ സ്വന്തം ചെക്കന്നൊക്കെ പറഞ്ഞ നിക്കുന്നവരൊക്കെ ആയിരുന്നണ്ണ. ഇപ്പൊ മാറി അണ്ണ എല്ലാവരും. ഇപ്പൊ ആരാടാ ഉള്ളത് കൂടെ? ഇപ്പൊ ആരില്ലണ്ണ, ഇപ്പൊ ഒറ്റയ്ക്കാ. അപ്പൊ അത് കയ്യിലിരിപ്പ് കൊണ്ടായിരിക്കൂടാ മാറിയത്. ഞാനൊരു കാര്യം പറയട്ടെടാ, എടാ ഒറ്റയ്ക്കാണെങ്കിൽ തോന്നുവാണെങ്കിൽ ഒരു പട്ടിനെ വാങ്ങിച്ചു കിട്ടിക്കോ, അതാകുമ്പോ നമുക്ക് ഒരു ഹാപ്പിനെസ് കിട്ടും. അത് നല്ലൊരു കൂടെ കൊണ്ടു നടന്നൊരു പട്ടീനെ. അതെ, കൂടെ ആരും ഇല്ലാന്ന് തോന്നുമ്പോൾ ഒരു പട്ടീനെ വാങ്ങിച്ചാൽ കൂടെ വിഷമിക്കുന്ന വേണ്ട. അത് ബെസ്റ്റാ. വിഷമം കരച്ചിലൊക്കെ അങ്ങ് മാറി കിട്ടൂടാ. അതെ, പട്ടിയാകുമ്പോഴേ നമുക്ക് പിന്നെ വിഷമമൊക്കെ മാറും, മനസ്സിലായോ? കൂടെ ഒരു പട്ടി ഉണ്ടെങ്കിൽ പിന്നെ പ്രശ്നം കാണത്തില്ല, മനസ്സിലായോ? ഏത് ബ്രീഡാ വേണ്ട? അത് തന്നെ വേണം. മറ്റേതൊക്കെ ഇച്ചിരി വേണ്ട, കൂത്തിപ്പട്ടി തന്നെ മതി. അത് തന്നെ വേണം. കൂടെ കൂടി കൂത്തിപ്പട്ടി ഉണ്ടായിരുന്നല്ലോ നേരത്തെ, അർജുനയുടെ കഥ ചോദിച്ചോട്ട്. അതായിരുന്നാ പട്ടിയൊക്കെ വഴി വെട്ടിയതാണ്ട്. നമ്മുടെ ഇവിടെ പണ്ട് നക്കി തൂറ് കൂത്തിപ്പട്ടി ഉണ്ടായിരുന്നടാ. അടിച്ചു ഓടിച്ചില്ല. കഴുകുന്നുണ്ട്. അത് നിനക്ക് കാണാത്തതായിരിക്കും. അത് കഴുകുന്നുണ്ട്. അല്ലടാ, അവന്റെ വായ അടഞ്ഞോ? എന്താ കേട്ടില്ല. വായ അടഞ്ഞോ? അതോ നീ തന്നെ തൂറിയ തീട്ടം വായിലോട്ട് കയറിയതാ ഇപ്പം കഴുകിയോ? അയ്യോ അല്ലല്ല, ഞാൻ നീ ഇവിടെ ഞാനൊരു കാര്യം പറയട്ടാ ജോഷുവ, ഇത്രയും നേരം ഇവിടെ ടോയ്ലറ്റ് വന്നപ്പോ തന്നെ വരെ നമ്മള് മാന്യമായിട്ട് സംസാരിച്ചു എന്നോട്, ആണോ? അതെ ആണല്ലോ.
പിന്നെ നിന്റെ മറ്റേ വായിലിട്ട് മറ്റേ അടിക്കുന്ന പരിപാടി ഉണ്ടല്ലോ അതൊക്കെ അങ്ങ് അപ്പുറത്ത് കാണിച്ചാൽ മതി, ഇങ്ങോട്ടുണ്ടാക്കണ്ട. മര്യാദക്കാണെങ്കിൽ തിരിച്ചും അത് നിന്റെ കൂത്തിപ്പട്ടിയോട് ചോദിച്ചാൽ മതി, മനസ്സിലായോ? അവനൊരു ശരി അങ്ങോട്ട് മര്യാദക്കാണ് നിന്നത് കേട്ടോ, അങ്ങോട്ട് മര്യാദക്ക്. അപ്പൊ ഇങ്ങോട്ട് മര്യാദക്ക് പഠിക്കും. അത് നീ പഠിച്ചിട്ടില്ല, മനസ്സിലായോ? അത് നീ പഠിച്ചിട്ടില്ല. അവന്റെ ഉണ്ടാക്കാൻ വന്നിട്ട് നീലമുടി ബ്രോ എനിക്ക് മനസ്സിലാവും. മര്യാദക്ക് മര്യാദിക്കാൻ പഠിക്കടാ. നീ ഹോസ്റ്റേജ് ആയിട്ട് പോലും നമ്മളെ ആദ്യമായിട്ടാണ് ഒരു ഹോസ്റ്റേജിനോട് ഇത്ര മര്യാദക്ക് നിൽക്കുന്നത്. അപ്പൊ തിരിച്ച് മര്യാദക്കാൻ പഠിക്കും കേട്ടോ. മര്യാദക്ക് പറയണ അണ്ണാ നിന്നല്ലേ വിളിക്കാൻ. എടാ ജോഷി ഒരു സംഭവം ഉണ്ട്, നീ ഹോസ്റ്റേജ് ആണ് അപ്പൊ അതനുസരിച്ച് നിക്കുക. നീ എന്തോ വലിയ മാസാണെന്നാണ് വിചാരിച്ചത്. നീ വന്ന് കേറിയപ്പോ പട്ടി തീട്ടായിട്ടുണ്ട്. നീ ഹോസ്റ്റേജ് ആണ്, ആസായിട്ടുണ്ട് കേട്ടോ. നീ ഹോസ്റ്റേജ് ആണ്. അപ്പൊ നീ ഇങ്ങനെ മാസം അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിനക്കേ പ്രശ്നം വരത്തുള്ളൂ, വേറെ പറഞ്ഞില്ലല്ലോ അണ്ണ. ഇല്ല അവരുടെ മാസ് കാണിക്കാൻ പറ്റത്തില്ലല്ലോ. ഇനിയിപ്പോ ഇങ്ങനെ അടിച്ചു പോവാ. ഇനിയിപ്പോ വേറെ പരിപാടി വേണ്ട ചാച്ചി വേണ്ടാന്ന് വെക്കുമ്പോഴേ അങ്ങ് തല്ലില്ല. അത് സീനില്ല, അത് വിട്. ജോത്സ്യമ്മനെ കക്കൂസ് സ്വന്തമായിട്ട് ഇതൊക്കെ വിടുന്നുള്ളൂ. മതി അവൻ കഴുകിയത് മതി. ഇനി ബാക്കി എന്താന്ന് വെച്ചാ കഴുകുന്നത് മതി. എടാ നിന്റെ കൂടെ ഉള്ള ആരെങ്കിലും ഒന്ന് വിളിക്കുക, അല്ലെങ്കിൽ നമ്പർ താ, എന്നിട്ട് അല്ലെങ്കിൽ റേഡിയോ കണക്ട് ചെയ്യാൻ പറയാം. അണ്ണാ ഞാനിങ്ങനെ ഈ കുറച്ചു പേരായിട്ട് ഇങ്ങനെ റേഡിയോയിൽ ഇരിക്കാറുണ്ട്, ഒരു 34 റേഡിയോയില്. അതിൽ ആരെങ്കിലും ഞാൻ എക്സ്റ്റാറ്റ് ഇട്ടാ പോരെ? ജോഷുവിന്റെ കൂടെ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കണക്ട് ചെയ്യാൻ പറഞ്ഞാ ആരും വരത്തില്ല അണ്ണ, എനിക്ക് ആരും ഇല്ലല്ലോ. റേഡിയോ ഏതാ? 34 നോക്കി നോക്കണ്ണ. 34. ഹലോ ജോഷിയുടെ കൂടെ ഉള്ള ആരെങ്കിലും ഉണ്ടോ റേഡിയോയില്? ഹലോ ബ്രോ, ഒന്ന് ഇവിടെ ഗാങ് ഹൗസിന്റെ പുറത്ത് വരേണ്ടതാണേ. ഇപ്പഴല്ല, പറയാം. ഇപ്പൊ വരണ്ട, ഞാൻ പറയാം. ഓക്കെ. ഇനി ഒരു ഷെയ്ക്ക് ഒക്കെ ഉണ്ടാക്കിട്ട് പോയത്, ഒരു ശാരദാ ഷേക്ക് ഉണ്ടാക്കിയ അതൊക്കെ ഉണ്ടാക്കിട്ട് നീ ഒന്ന് പോയാ മതി. വീട് ഊരില്ലാത്തവരൊക്കെ തുണിമണിയൊക്കെ എനിക്ക് വയ്യടാ. നല്ല ടൈമിങ് എന്തായാലും. ഷെയ്ക്ക് അടിക്കാനോ? ഷെയ്ക്ക് അടിക്കാൻ നമ്മുടെ കപ്പലണ്ടി ഒക്കെ എടുത്ത് ഇങ്ങനെ പാലിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ അരച്ച് കലക്കി. പാലില് കപ്പലണ്ടി മാത്രമേ എടുത്തുള്ളൂ, വേറൊന്നും അണ്ടിയില്ലാത്ത ഷേക്ക് എന്ന് പറയുമ്പോ പലതരം ഷേക്ക് വിത്തൗട്ട് ക്യാഷ് നട്ട്സ് വേണ്ട, പഴം വെച്ച് മാത്രം. അണ്ണാ പഴം തരുമോ? പഴം നിന്നെ താഴോട്ട് നോക്കല്ലേ. റേഡിയോയില് റേഡിയോന്ന് ചാറ്റിലുള്ളവര് ജസ്റ്റ് ഒന്ന് ഹോസ്റ്റേജിന്റെ എത്ര മിനിറ്റ് ആയെന്നൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഞാനത് എണ്ണിയില്ല. വേറെ പ്രശ്നമൊന്നും ഇതില് വരണ്ട. എന്താ ചാറ്റി വന്നാ? സാംസങ്ങിലേക്ക് നിന്റെ ചെറുപഴം ഉണ്ടോ ചോദിക്കും. ഇതുപോലെ സാംസങ്ങിലേക്ക് ചെറുപഴം ഉണ്ടോ? ഇവിടെ ആരുടെയും ചെറുപഴം ഇല്ല. ഞാൻ എന്റെ അത് ശരി, നമുക്ക് ചെറുപഴമില്ല, നമുക്ക് ചെറുപഴമില്ല.
ഒളിപ്പിച്ചു വെച്ചിരിക്കണം, എനിക്ക് തരുന്നില്ല. ഇങ്ങോട്ട് വരണ്ടേ? എനിക്ക് തരുന്നില്ല നിന്റെ പറഞ്ഞ ചോദിക്കണം, പറയുന്ന കൂടെ ചോദിക്കണം. ചേട്ടാ കേക്കുന്നില്ല റേഡിയോ പറയണ. ഒരു കാര്യം ചെയ്യും, ഒരു കാര്യം ചെയ്യും, പറയണേക്ക് പഴു ഷേക്ക് ഒന്നും വേണ്ട, നീ ഒരു അംബിഷേക്ക് അങ്ങടി, നീ ആ റേഡിയോ തറ, റേഡിയോ തറ. മൂസമ്പി മൂസമ്പി നീ ഒരു അംബിഷേക്ക് കടിച്ചേ. മൂസമ്പി ഷേക്ക് അടി, മൂസമ്പി ഷേക്ക്, മൂസമ്പി അടി, മൂസമ്പി. ചേട്ടാ ഒരു കൊട്ട തരുവാണല്ലോ മിക്സ് ചെയ്യാറുണ്ട് എനിക്കെല്ലാം കൂടി. ഞാൻ ഒരു കാര്യം പറയട്ടെ, അല്ലല്ല വെയിറ്റ് ഉണ്ടായിരുന്നേ, നീ ഹോസ്റ്റേജാ, മനസ്സിലായോ? നീ നമ്മള് പറയണ കേട്ടാ മതി, ഓക്കെ? ട്രിഗർ ആവണ്ട, മൂസമ്പി ഷേക്ക് അടിച്ചാ മതി, മൂസമ്പി ഷേക്ക് അടിച്ചാ മതി, നിനക്ക് ബാക്കിയുള്ള സാധനങ്ങളൊന്നും ഉള്ളത് വെച്ചടി. കാര്യമില്ല. ഒരു മൂസമ്പി ഷേക്ക് ഒന്ന് കുടിച്ചോട്ടാ, നീ സ്നേഹത്തോട്ടാടാ ചക്കരെ നിന്നോട് സംസാരിക്കുന്നത്. എടാ ജോഷേ, ഒന്ന് പാത്രം തരുമോ അടിക്കാൻ? പാത്രം നീ പാത്രം ഇവിടെ വെച്ചിട്ട് ചുമ്മാ അടിച്ചാ മതി, നീ കുഴപ്പമൊന്നുമില്ല. എനിക്കൊന്നും അറിയത്തില്ലേ സിറ്റി വന്നിട്ട്. ഈ പറഞ്ഞ പോലെ റേജ് വെയിറ്റിലൊന്നും നമ്മള് വീഴൂല ജോഷുവേ. സൂപ്പർ സൂപ്പർ ബൈ. ഈ ഹോസ്റ്റേജ് ആണ്, അല്ലാണ്ട് റേജ് വെയിറ്റ് ചെയ്തോണ്ട് കഴിഞ്ഞാൽ ശരിയാവൂല. ആ ചേട്ടാ ഷേക്ക് റെഡി എന്നാ. മുസാമ്പി ഷേക്ക്, മുസമ്പി ഷേക്ക് അടിക്കണമെന്ന് പറഞ്ഞപ്പോ അതിനകത്ത് അവന് കശുവണ്ടി ഇടണം. അതൊക്കെ മാറിപ്പോയതാ. അല്ലല്ല അയ്യോ ഇവയെ ഗ്യാങ്ങോസി ഒന്ന് സിഗരറ്റ് വലിച്ച ആളാന്ന് പറയാനായിരിക്കും. അതെ ഗ്യാങ്ങോസിന്റെ പുറത്തുണ്ടോ? ഓക്കെ വെയിറ്റ്. എടാ എന്താ ചെയ്യണ്ട? എക്സ്പീരിയൻസ് വല്ലതും ഉണ്ടോ ഇങ്ങനെ എടാ ഒറ്റ മിനിറ്റ്. എത്ര എക്സ്പീരിയൻസ് കാണും? ഞാനിത് രണ്ടാമതായിട്ടാണ്. അവനെ മറ്റേ മാനീറ്റർ ഇട്ടൊരു ഓടിപ്പിക്കുക, അവരെ എത്ര കൊണക്കിന് ബീഡി വലിക്കുന്നു. ബീഡിന്റെ നമുക്ക് സമയത്തിന്റെ പരിമിതിയുണ്ട്. 10 മിനിറ്റില് ഇനി എന്താ ചെയ്യേണ്ടെന്ന്? അവനെ ഓടിപ്പിക്കാതെ വഴി അവ പോണ്ട. ബീഡി വലിയ അമ്പി ചോദിച്ചാ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് ഒഴിവാക്കിയെന്ന് അറിഞ്ഞൂടാ, പക്ഷെ ഇനി ഇങ്ങനെ കൺസിഡറേഷൻ കൊടുത്തിരുന്നു. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇന്നലത്തെ ഈ അപരാധം കഴിഞ്ഞിട്ട് ഞാൻ ഇതെല്ലാം വിട്ട കേസാണ്. ഞാൻ പിന്നെ ഇന്ന് ഈ എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവുന്നു, മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് വേറെ ഇവനെ എടുത്തല്ലോ, എനിക്ക് ഇവനെ ഒഴിവാക്കണമല്ലോ എനിക്കൊരു വിഷമവും ഇല്ല ഇവൻ വന്ന് ഹോസ്റ്റേജ് വന്നില്ല, മനസ്സിലായോ? സംസാരിച്ചടാ ഇപ്പോഴാണ് നേരത്തെ സംസാരവും കറക്റ്റ് ആയത്. നീ നേരത്തെ പറഞ്ഞില്ല അതുപോലെ സംസാരിച്ചേ നേരത്തെ നീ മനസ്സിലായി. ബട്ട് ഇവനൊക്കെ ലൈവ് ഇരുന്ന് മുട്ടം കൊണയാണ്, പിന്നീട് നമുക്ക് റിഗ്രറ്റ്. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവന്മാരെ പോലെ നമ്മളാവുള്ളൂ. ഇവരിന്ന് കൊണച്ചോട്ടെ, നോ പ്രോബ്ലം, എനിക്ക് കുഴപ്പമില്ല. ഞാൻ കൊടുക്കാനുള്ളത് ഇന്നലെ കൊടുത്തു. പിന്നെ ഇന്നിപ്പോ ഇവനിവിടെ ഹോസ്റ്റേജിൽ നിൽക്കണത് ഇവന്റെ കഴപ്പ് കൊണ്ടാ, അല്ലാണ്ട് നമ്മൾ പോയി ചൊറിഞ്ഞൊന്നുമല്ല, മനസ്സിലായ? ഇവന്റെ കഴപ്പ് കൊണ്ടാണ് ഇവനിവിടെ വന്ന് ഹോസ്റ്റേജിൽ നിൽക്കണത്, മനസ്സിലായ? ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞില്ലടാ, നീലേ മുട്ട് കുത്തിക്കണ്ടെന്ന് ഞാനേ. അവന്റെ കൂടെ നീ ഒരു റൗണ്ട് വട്ടത്തിലൊന്ന് ഓടിയടാ ഇവിടെ. താഴെ വാ വേഗം വാ, സമയമില്ല, പെട്ടെന്ന് വാ. ഓടറാക്കട്, ഓട് വാടാ. തള്ള എനിക്ക് വയ്യ.
ഇവിടെ ഒരു 2 റൗണ്ട് ഇതിന് ചുറ്റൊന്നും ഓടി. വേണ്ട പാട്ടുപാട അറിയാം, പാട്ടുപാട അറിയാം, എനിക്ക് പാട്ടുപാട അറിയാം. 57 ഇതിനെ പറ്റിയ പാട്ടാടാ. എടാ ഒറ്റ എടാ ഒറ്റ മിനിറ്റ് നീ എടാ അല്ലല്ലടാ നീ ഗ്യാങ്ങാണോ നീ ഗ്യാങ്ങാണോ നീ ഗ്യാങ് അല്ലല്ലോ. അപ്പൊ ഒരു പൊടിക്ക് താഴെ നീ ഗ്യാങ് അല്ല, നീ ആവുമ്പോ പറ കേട്ടാ. അധികം കൊണ ഇപ്പൊ വേണ്ട, ഒരു പൊടിക്ക് താഴെ കിട്ടും. പറഞ്ഞാ തിരിച്ച് പറയും, കേട്ട് നിക്കണം മനസ്സിലായോ? എടാ ഹോസ്റ്റേജ് നിന്റെ കൂടെ ഉള്ളവനാ, മനസ്സിലായാ? പറഞ്ഞാ തിരിച്ചു പറയണമെന്നാ, കേട്ട് നിക്കണം. ഹോസ്റ്റേജ് നിന്റെ കൂടെ ഉള്ളവനാ, മനസ്സിലായാ? ചുമ്മാ കിടന്ന് ചൊറിയുമ്പോ ഒക്കെ ആലോചിക്കണം. വണ്ടി വന്ന് പിറ്റ് ചെയ്തതല്ലേ നിങ്ങളൊന്നല്ലേ വന്ന് പിറ്റ് ചെയ്ത് ഉണ്ടാക്കാൻ വന്നത്. റേഡിയോ ഒന്ന് പോയല്ലോ, എനിക്കറിയാമല്ലോ. നീ പാട്ടുപാടിയിട്ടേ പോത്തുള്ളൂ. നീ പാട്ടുപാടിയാ മതി. നിനക്ക് പറ്റിയൊരു പാട്ട് പാടറാ. എടാ റീസ്റ്റാർട്ട് ആവാറായി, പെട്ടെന്ന് അവനെ ചെയ്യിപ്പിക്കട്ടോ. റീസ്റ്റാർട്ടിന് ശേഷം വേണമെങ്കിലും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഏതെങ്കിലും ഒരു പാട്ട് പാടും. ചാന്തുകൊട്ടല്ലേടാ നീ പഠിക്കോ. ഒരു കൊട്ട പൊന്നുണ്ടല്ലോ തന്നുണ്ടല്ലോ കറക്റ്റായിട്ട് ഒരു കൊട്ട പൊന്നുണ്ടല്ലോ തേനുണ്ടല്ലോ അങ്ങനെ പാട്ട് പാടി ശീലമില്ല. എടാ നീ എന്നാ പിന്നെ നേരത്തെ നീ എന്താ അടിച്ച മൂസമ്പി ഷേക്കല്ലേ, അത് വെച്ചൊരു പാട്ട്. അല്ലല്ല നേരത്തെ ചെറിയ മൂസമ്പി ഷേക്ക് എന്നും പറഞ്ഞൊരു പാട്ട് പാടും. ഒരു വട്ടപ്പുണ്ടെന്ന് പറഞ്ഞല്ലേ, അത് മാറ്റിട്ട് ഒരു മൂസമ്പി ഷേക്ക് എന്നും പറഞ്ഞ് നീ പാട്ട് പാടണം. ഒരു മൂസമ്പി ഷെയ്ക്കുണ്ടല്ലോ നീ പാടറാ എനിക്ക് ബാക്കി വരെ അറിയത്തില്ല. നേരത്തെ അറിയാഞ്ഞിട്ട് കൊറേ പാടിയില്ലേ, അത് ഇനി ഇപ്പൊ പറഞ്ഞ പോലെ അങ്ങ് പാട്. ഒരു മൂസമ്പി ഷെയ്ക്കുണ്ടല്ലോ ഇതേപോലത്തെ കൊറേ വാണപ്പന്മാരെ കണ്ടിട്ടുള്ള, അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ടുണ്ടാക്കണ്ട. അതെ നിന്നെ ഇപ്പൊ ഡെയിലി കണ്ടോണ്ടിരിക്കുക, അത് ഇന്നും കണ്ട് എന്റെ മുന്നിലുണ്ട് നീ കേട്ടാ ജോഷുവേ, മനസ്സിലായോ? നീ കേട്ടാ മതി, നീ ഹോസ്റ്റേജ് ആണ്, ഇങ്ങോട്ട് കൊണ അടിക്കാൻ കേട്ടാ മാത്രം മതി, മാസ്റ്റടിയൊക്കെ അങ്ങ് വേറെ എടുത്ത് കാണിച്ചാൽ മതി. ഈ കര വേറെയാ കേട്ടാ. തിരിച്ചങ്ങോട്ട് കേട്ടാ. ഷേക്കടിച്ചപ്പോ വായിക്കറിയോ വായിലെടുക്കില്ല പ്ലീസ്. ഓക്കെടാ, ഇനി എന്തെങ്കിലും ചെയ്യിപ്പിക്കാണ്ടോ എന്തേലും? ഈ ഹോസ്റ്റേ സിറ്റുവേഷൻ ഒക്കെ ആകുമ്പോഴത്തേക്കും കുറച്ച് മര്യാദക്ക് എനിക്ക് തിരിച്ചു നിങ്ങള് പറയുന്ന പോലെ ജോഷേ, ഞാനൊരു കാര്യം പറയട്ടെ. ഈ ഹോസ്റ്റേജ് സിറ്റുവേഷനിൽ നിന്റെ ഈ റേജ് ബേറ്റ് ഡയലോഗും പിന്നെ നിന്റെ ഈ മാസടി ഒക്കെ ഉണ്ടല്ലോ,
ഇത് മറ്റേ മൊണ്ണാളുണ്ടാവില്ല അവരുടെ ആ അതേ പറ്റത്തുള്ളൂ. നീ ഒരു കാര്യം പറ്റേ, നീ ഇത് ചെയ്യുമ്പോ നീ ആലോചിക്കണം, നീ ഹോസ്റ്റേജ് ആണ്, നിനക്കാണിത് പ്രശ്നം വരിക, നമുക്കല്ല. മനസ്സിലായ? ആ അതെ ജോഷു, നീ നിന്റെ സൈഡിൽ നിന്ന് പിന്നെ നീ പറയണത് നമ്മളെ അഫക്ട് ചെയ്യുന്നുണ്ടെന്ന് നീ വിചാരിക്കുന്നുണ്ട്. ഒരു എഫക്റ്റും ഇല്ല. മനസ്സിലായ? കൊറേ കാലമല്ല ഇതൊക്കെ നീ ഇതൊക്കെ പറയുമ്പോ നിനക്കൊരു സമാധാനം കാണും, അവര് പറഞ്ഞത് ചെയ്തില്ലല്ലോ, അവരെ കുറച്ച് പറഞ്ഞു. പക്ഷെ നമുക്കിത് കാണുമ്പോ കോമാളിത്തരമായിട്ടാണ്. അയ്യോ അങ്ങനെയൊന്നും ഞാൻ മനസ്സിലായോ? വിചാരിച്ചിട്ടില്ല. ഇല്ല, നീ വിചാരിച്ചിട്ടില്ലെന്നല്ല പറഞ്ഞത്, പറഞ്ഞതാ. മനസ്സിലായോ? മനസ്സിലായോ കോമാളി? നിസ്സഹായനായിട്ട് ഇരുന്ന് മെഴുകുവാണ്. മനസ്സിലായോ? അതെ, ഇപ്പോഴും മെഴുകുവാണ് നീ. അണ്ണാ ഞാനും എന്തിനാണ് ഇങ്ങനെ സ്വയം കോമാളിയായിട്ട് ആണുങ്ങളുടെ വില? നിങ്ങള് പറയുന്നതൊക്കെ ഞാൻ ചെയ്തേ. അല്ലെ, ഞാൻ നാളെ തന്നെ ഒരു സാരി തയ്ച്ചു വെക്കാം നിനക്ക് വേണ്ടി. നീ അതും ഉടുത്ത് ഇവിടെ നടന്നോ. കാരണം നിന്നെ ഒരാണെന്ന് പറയാൻ പോലും പറ്റത്തില്ല, ഒരാണെന്ന് പറയാൻ പോലും നിന്നെ പറ്റത്തില്ല. അമ്മാതിരിയാണ് നീ. ടൈമായോ? നീ വന്നപ്പോ മുതൽ ആ സ്വഭാവമാണ് കാണിക്കുന്നത്. എടാ, ആണുങ്ങളെ പോലെ സംസാരിക്കടാ, ആണുങ്ങളെ പോലെ. ഇങ്ങനെ പെണ്ണനായിട്ട് നടന്നിട്ട് എന്തിനാണ് ജീവിക്കുന്നത്? നീ വല്ല ട്രെയിനിലും കയ്യും കൊട്ടി നടക്ക്. അതേ പറഞ്ഞിട്ടുള്ളൂ, കൊട്ടി നടക്ക്. എന്തിനാടാ ഇങ്ങനെ പെണ്ണനായിട്ട് ജീവിക്കുന്നത് നീ? എന്തെങ്കിലും കാര്യമുണ്ടോ? ടൈമായോടാ? ഹലോ, നല്ലത് പറഞ്ഞു കൊടുക്കാനും ആരും അയ്യേ, കേട്ടിട്ടുണ്ട് തൊലിയൊരു നിന്റെ സൗണ്ട് കേട്ടിട്ട്. നിന്റെ ഈ മാസ് കണ്ട അവര് പോയി. ഇവനെ അങ്ങ് മാനേജർ ഇട്ട് ഓടിപ്പിച്ചാണ്. മാൻഡേറ്റർ ഓർഡർ അങ്ങോട്ട് എന്താ ഇവിടെ നിൽക്കുന്നത്? പണി തുടങ്ങ്. ഓടോട് ആ നീ ഒരു 2 മിനിറ്റ് പെട്ടെന്ന് ഓടിക്കോ. ലാസ്റ്റത്തെ ജസ്റ്റ് ഒന്ന് ഓട്, പെട്ടെന്ന് ഓട്. ഇവിടെ ഇതിൽ കൂടെ ഇങ്ങനെ ഓടണം, വട്ടത്തിൽ. ഇതേ ഇതിൽ കൂടെ, ഇവിടെ ഇതിന്റെ ചുറ്റും ഇങ്ങനെ ഓടിക്കും. ഇവിടെ ഇതിന്റെ ചുറ്റും നീ ചാടണ്ട, നീ അല്ലാണ്ട് ഓടിക്കോ. ചാടണ്ട ചോദിച്ചു, അല്ലാണ്ട് ഓടിയാ മതി. ആ ഇത് മതി. ചാടണ്ട, അല്ലാണ്ട് ഇങ്ങനെ ഓടിയാ മതി. മനസ്സിലായോ? അളി ഇവനെ കക്കൂസ് പോലും കഴിപ്പിക്കണ്ടെന്ന് വിചാരിച്ചതാ. അവനായിട്ട് ചോദിച്ചു വാങ്ങിയതൊക്കെ. അവന്റെ റേജ് വെയിറ്റ് കണ്ടായിരുന്നു. 2020 ഇടക്കിടക്ക് ഇതേപോലെ പിടിച്ചു കൊടുക്കാം. അപ്പൊ തീരട്ടെ എങ്ങനെ പപ്പടത്തിനെ പിടിച്ച് പൊടിക്കണം അവന് കോട. സാംസുലേക്ക് വേണം. സാംസുലേക്ക് എടുക്കാം അടുത്ത വാ. മതിയടാ. അവനെ വാ, പുറത്തേക്ക് പോകും. എന്താണ് ഒന്നാമത് അവൻ പെണ്ണൻ രീതിയിലാണ് സംസാരിക്കുന്നത്. എടാ ഇവനെ കൊന്നിങ്ങ് കത്തിച്ചു വിടറ. എടാ ഇവിടെ ഇട്ട് തന്നെ കൊന്നു കത്തിച്ചോ. മറ്റന്മാർക്കൊന്നും കൊടുക്കണ്ട, ഇവിടെ ഇട്ട് തന്നെ കൊന്നു കത്തിച്ചോ. ആണുങ്ങളെ മനസ്സിലായോ? ഹോസ്റ്റേ എടുത്ത കൊന്നു കത്തിച്ച എല്ലാ ആണുങ്ങളെ, ഒരു പെണ്ണിനെ പോലും നമ്മൾ ഇന്നേ വരെ ഹോസ്റ്റേ എടുത്ത് കത്തിച്ചിട്ടില്ല. അതുകൊണ്ട് നിന്നെ കൊല്ലാനും താല്പര്യമില്ല, കത്തിക്കാനും താല്പര്യമില്ല. സോറി പറഞ്ഞിട്ട് ഇറങ്ങ്. സോറി അണ്ണ. ഇറങ്ങ്. നീ എന്തിനു താളം അടിച്ചത്? കൊന്നു കത്തിക്കാനിരുന്നു. വേണ്ട. ഈ പെണ്ണനെയൊക്കെ എന്തിനാണ് ഗ്യാങ് ഹൗസ് ഇട്ട് കൊന്നു കത്തിക്കുന്നത്? വിട് അവനെ കൊന്നു കത്തിക്കണ്ട. അവന് ഇതുപോലെ നടന്നു പൊട്ടിട്ടാച്ചി. ഈ നടത്തയിൽ നീ അങ്ങ് ജീവിക്കണം. ഈ നടത്തെ നമ്മുടെ റേഡിയോ സ്വിച്ച് പറടാ. ഗ്യാങ് ഹൗസിൽ കൊന്നു കത്തിക്കാണ്ടല്ലേ പറഞ്ഞേ? ഗ്യാങ് ഹൗസിൽ നിന്ന് ഇറങ്ങും പാടിച്ചു. വേണ്ട അവൻ പോട്ടെ. അവനിത് ഓർമ്മ വേണോടാ, മനസ്സിലായോ? അവനിനി കൊന്നു കത്തിക്കാനും നിൽക്കണ്ട, അവൻ പോട്ടെ. അവൻ എവിടെയെങ്കിലും നല്ല സാരി കൊടുത്തുവിടാ. അയ്യോ അണ്ണ സോറി അണ്ണ അറിയാണ്ട്. ഓക്കെ നീ നടക്ക്. ജോഷ, സത്യം പറഞ്ഞ് നിന്നെ അപരാധിക്കാനോ കക്കൂസ് പോലും കഴിപ്പിക്കാനോ നമ്മൾ വിചാരിച്ചില്ല. എല്ലാം നീ ചോദിച്ചു വാങ്ങിച്ചതാ. മനസ്സിലായ?
നീ ആണോ, വിചാരിക്കും ആണോ. എന്തോ റേജ് വെയിറ്റ് തേങ്ങ, അതുകൊണ്ട് നീ വാങ്ങി, മനസ്സിലായി? അല്ലായിരുന്നെങ്കിൽ ചുമ്മാ വന്ന് നിന്നിട്ട് പോവായിരുന്നു 2 സോറിയും പറഞ്ഞിട്ട്. എടാ ഒരു ഹോസ്റ്റേജ് ആവുമ്പോടാ ഞാൻ ഒരു കാര്യം ഒളിച്ചു പറയാം. നിന്നിട്ട് നിന്നെ എടുത്തത് എടാ ഒരു ഹോസ്റ്റേജ് ആവുമ്പോഴാ നീ പറയണതിന്റെ രീതിയിലാണ് അവന്മാർ ഓരോന്ന് ചെയ്യിപ്പിക്കുക. അത് ഏത് ഗ്യാങ് ആണെങ്കിലും അതെ. മനസ്സിലായ. അതെ, നീ മിണ്ടാണ്ടിരുന്ന് ഇവിടെ ചെയ്യുകയാണെങ്കിൽ കൊണ്ടുവന്നപ്പോ നമുക്കൊന്നും നമ്മളെന്ത് ചെയ്യാനുള്ള മാന്യമായിട്ടാ. ഒരു പോലും വരില്ല. 2 മിനിറ്റിൽ കാര്യം നമ്മളെന്തേലും കഴിഞ്ഞു. കൊണയടിച്ചോ? എന്തേലും കൊണയടിച്ചോ? നീ ഇങ്ങോട്ട് പറഞ്ഞതിന് ശേഷമല്ലേ നമ്മൾ കൊണയടിച്ചത് അല്ലേ? അതെ ആണോ? പൊന്നു ബാല, ആണോടാ? മണ്ണനെയൊക്കെ പറഞ്ഞ് ആണോ? മനസ്സിലാക്കണമെങ്കിൽ അല്ല, നമ്മള് അളിയ നാളെ ഇവ അടുത്ത ദിവസം ചെയ്യുമ്പോ ഇത് തന്നെ ആയിരിക്കും ഇവന്റെ അവസ്ഥ. ഇവനൊരു മനസ്സിലായി. സിറ്റിയില് നമുക്കിവനെ പഠിപ്പിക്കാം, ബാല. നമുക്കിവനെ കണ്ടുവെക്കുന്നതല്ലേ ബാല? പഠിപ്പിക്കാം. സ്ഥിരം വല്ലപ്പോഴും ഇനി ഇതൊന്നും കാണിക്കല്ലേ, അടുത്ത ഗ്യാങ് ഹൗസ് കഴിവേണ്ടി വരും കേട്ടോ. നീ പിന്നെ പ്രൊഫഷണൽ ഹോസ്റ്റേജ് ആയി പോകും. പിന്നെ ഒരു ട്രെൻഡ് ഇതൊരു ട്രെൻഡ് ആവും. ജോഷുവിനെ വേണം. ആ നീ അതെ ഇസ്ലാൻഡിക്സ് മെയിൻ ഹോസ്റ്റേജ് ആയി മാറിപ്പോ. നടത്ത